പിന്നെ ഇതിൻ്റെ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചത് തെങ്ങിൻ്റെ കുരുന്നോലയാണ്. ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വരുന്നത് ഇതിൻ്റെ അലങ്കാര പണികൾക്കാണ്. ഗോപുരത്തിൻ്റെ മേൽക്കൂരയും വശങ്ങളും വാഴപ്പോള ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഫില്ലാക്കിയത്. ഗോപുരത്തിൻ്റെ പണികളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത് ഇതിൻ്റെ അലങ്കാര പണികളാണ്. ഇത് ചെയ്യാൻ ഏകദേശം നല്ല സമയം എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ ഇത് സിമ്പിളാണ്, എന്നാലും നമ്മൾ 5 പേര് ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇതാണ് ഞങ്ങൾ രാത്രിയിൽ ഉണ്ടാക്കിയ ഗോപുരം. ഞങ്ങളുടെ നാട്ടിലെല്ലാം ഈ കെട്ടുമുറിക്കലിൻ്റെ സമയത്ത് ഇതുപോലുള്ള ഗോപുരം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് കെട്ടുമുറുക്ക് നടത്തൽ.